വർക്കിംഗ് ഡേയിലും തളരാതെ മലയാള സിനിമകൾ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആണ് വീണ്ടും പുതിയൊരു വീഡിയോ ഉണ്ട്. സദാപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രങ്ങളായ വാഴ, നുണക്കുഴി, മണിച്ചിത്രത്താഴ് തുടങ്ങിയ സിനിമകളുടെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. സോഷ്യൽ മീഡിയ താരങ്ങളെ കേന്ദ്ര കഥാപാത്രമാക്കി ആനന്ദ് മേനോൻ ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് വാഴ എന്ന് പറഞ്ഞ സിനിമ. ചിത്രം വിജയകരമായിട്ട് 5 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുമ്പോൾ 5-ാം ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന 807 ഷോകളിൽ നിന്നായിട്ട് 1,51,00,000 രൂപയാണെന്നാണ് ഇപ്പോൾ പുറത്തു നിൽക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ഒരു മലയാള സിനിമ നേടുന്ന നിലവിലെ മികച്ച ഒരു കളക്ഷൻ തന്നെ വാഴ എന്ന് പറയുന്ന സിനിമ സ്വന്തമാക്കുമ്പോൾ 2-ാം സ്ഥാനത്തേക്ക് നമ്മുടെ ബേസിൽ ജോസഫ് കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ നുണക്കുഴി എന്ന് പറയുന്ന സിനിമയാണ്. ജിത്തു ജോസഫ് ആണ് ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു വീക്കെൻഡ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന പ്രതീക്ഷിച്ച ചിത്രം. എന്നാൽ വാഴ എന്ന് പറയുന്ന സിനിമയുടെ സർപ്രൈസ് ഹിറ്റ് നുണക്കുഴിക്ക് ചെറിയ രീതിയിലുള്ള ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും വർക്കിംഗ് ഡേയിൽ ചിത്രം തളർന്നിട്ടില്ല. 5-ാം ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന 67 ലക്ഷം രൂപയാണ്. അതും 690 ഷോകളിൽ നിന്നായിട്ട്. എന്തൊക്കെയാണ് മികച്ച ഒരു കളക്ഷനെ നുണക്കുഴി എന്ന് പറയുന്ന സിനിമയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഈ ആഴ്ച ശനിയാഴ്ച തിയേറ്ററോട്ടെത്തിയ ചിത്രമായിരുന്നു മോഹൻലാൽ, സുരേഷ് ഗോപി, ശോഭന നടകർ കേന്ദ്ര കഥാപാത്രത്തിൽ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയുടെ 4K വെർഷൻ. എന്നൊക്കെയാണ് ചിത്രത്തിന്റെ 2-ാം വരവിന് ഞെട്ടിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ 4-ാം ദിവസമായ ചൊവ്വാഴ്ച തന്നെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 232 ഷോകളിൽ നിന്നായിട്ട് ചിത്രം 29 ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ്. എന്തൊക്കെയാണ് നിലവിൽ മലയാള സിനിമകൾ നല്ലൊരു വിജയ സാധ്യത നേടുന്ന കാഴ്ചയാണ് നമുക്കിപ്പോ കാണാൻ സാധിക്കുന്നത്. റീ റിലീസ് ചെയ്തെത്തുന്ന മലയാള സിനിമ മോഹൻലാൽ ചിത്രങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള കളക്ഷൻ നേടുമ്പോൾ യുവതരങ്ങൾ ചിത്രങ്ങളെല്ലാം തന്നെ കളക്ഷനിൽ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇനിയും നിരവധി മോഹൻലാൽ ചിത്രങ്ങൾ റീ റിലീസ് വഴി തിയേറ്ററോട്ട് എത്തുന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ചിത്രങ്ങൾക്കെല്ലാം തന്നെ ഇതേ കളക്ഷൻ നിലനിർത്താൻ സാധിക്കുന്നു. അപ്പൊ ഈ ആഴ്ച തിയേറ്ററോട്ട് എത്തിയ 3 ചിത്രങ്ങളിൽ നിങ്ങളുടെ ഇഷ്ട ചിത്രം ഏതാണ്? കമന്റ് ബോക്സിൽ പൊങ്ക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.